ഏതാണ് ജബലുർ റഹ്മ എന്നറിയാൻ വേണ്ടി സൗദി ഗവൺമെന്റ് നാട്ടിയ തൂണാണ്. അതല്ലാതെ നബിത്തങ്ങൾ കയറി നിന്ന സ്ഥലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നെമിറ എന്ന് പറഞ്ഞ പള്ളി അവിടെ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ കാണും, ബസ്സിലിരുന്ന് കാണും. അവിടെ വെച്ചാൽ നബി ളുഹറും അസറും ജമ്മും കസറുമായി നിസ്കരിച്ചു. ദുൽഹജ്ജ് 9 ദുൽഹജ്ജ് 9 ളുഹറും അസറും ജമ്മും കസറുമായി നിസ്കരിച്ച് നബി തങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇതിന്റെ താഴ്വരയിൽ നിന്നാണ് പ്രസംഗിച്ചത്. മുകളിലേക്ക് കയറിയിട്ടില്ല. ഈ മരന്റെ താഴ്വരയിൽ നിന്ന് നബി തങ്ങൾ പ്രസംഗിച്ചു. അടുത്ത വർഷം ഞാനും നിങ്ങളും കണ്ടുമുട്ടി എന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണേ എന്ന് പറഞ്ഞ് നബി തങ്ങൾ ആദ്യം പറഞ്ഞത്, പലിശയെ ഞാൻ എൻ്റെ കാലിൻ്റെ താഴെ ചവിട്ടി താഴ്ത്തുന്നു. മറ്റൊരാളുടെ അഭിമാനവും സമ്പത്തും ഈ ദിവസം പോലെ ഈ സമയം പോലെ പരിശുദ്ധമാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ നബി തങ്ങളുടെ പ്രസംഗം നടന്നത് ഇതിൻ്റെ താഴ്വരയിൽ വെച്ചാണ് പ്രസംഗിച്ചത്. അതിന് സാക്ഷ്യം വഹിച്ച മലയാണ് ഈ കാണുന്ന ജബലുർ റഹ്മ, കാരുണ്യത്തിൻ്റെ പർവ്വതം. നബിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗവും ദീർഘമേറിയ പ്രസംഗവും ഇതായിരുന്നു. അങ്ങനെ നബി തങ്ങൾ ഇവിടുന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നബി തങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു മുസ്ദലിഫയിലേക്ക്. ഇവിടുന്ന് മഗ്രിബ് നിസ്കരിച്ചില്ല. നേരെ മുസ്ദലിഫയിൽ എത്തിയിട്ടാണ് മഗ്രിബും ഇശയും ജമ്മും കസറുമായി നിസ്കരിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ സ്ഥലമാണ് ഈ കാണുന്നത്. അതിന് സാക്ഷ്യം വഹിച്ച അറഫ മൈതാനിയാണ് ഈ കാണുന്നത്. ഹജ്ജിൻ്റെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമം നടക്കുന്നത് ഇവിടെയാണ്. ഇതാണ് അൽ ഹജ്ജു അറഫ എന്ന് പറയുന്ന പരിശുദ്ധമായ സ്ഥലം. അള്ളാഹുവെ, ഹജ്ജിൻ്റെ ദിവസം ഞങ്ങളെ നീ അറഫയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കെല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ നീ അവസരം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ദുൽഹജ്ജിൻ്റെ ദിവസം ദുൽഹജ്ജ് 9 അറഫയിലെത്താനും നിന്നെ ഓർത്തുകൊണ്ട് ദുആ ചെയ്യാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ മക്കൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരുപാട് സഹോദര സഹോദരിമാർ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ചെറുപ്പം മുതലേ സ്വന്തം മക്കളെ പോലെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് വസ്ത്രം തന്ന് സമ്പത്ത് തന്ന് ഞങ്ങളെ സഹായിച്ച ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം നീ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അവർക്കെല്ലാം നീ ഹജ്ജ് ചെയ്യാനുള്ള അവസരം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോഴും അല്ലാതെയും ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെയെല്ലാം ഹജ്ജിനായി നീ അറഫയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ഹജ്ജ് ചെയ്യാനുള്ള അവസരം നീ നൽകണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളെ എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഹജ്ജ് ചെയ്യാനുള്ള അവസരം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മൾ സ്ത്രീകൾ മാത്രമാണ്